ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നതും പണമുണ്ടാക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതും. അങ്ങനെ അധ്വാനിക്കാൻ ദൈവം തന്ന 6 ദിവസങ്ങളുടെ ഈ ആഴ്ചയിൽ അവസാനത്തെ ദിവസമാണ് ഒരു സൺഡേ അല്ലെങ്കിൽ ഞായറാഴ്ച എന്ന് പറയുക. 2 വിധത്തിലാണ് കാണാം. ഈ ആഴ്ച ജീവിതത്തിൽ എപ്രകാരമായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കാനും അടുത്ത ആഴ്ച എപ്രകാരമായിരിക്കുന്നു എന്നതിന് വേണ്ടി ഒരു ശക്തി സംഭരിക്കാനും ഈ രണ്ടും കൂടെ കൂടുന്നതാണ് ഞായറാഴ്ച. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ ഉറവിടം എവിടെയാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം കെടുത്തിക്കളയുന്നത് എവിടെയാണ്? ഈ 2 കൊച്ചു കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. രതൻ ടാറ്റയൊക്കെ ചെയ്തത് അങ്ങനെ തന്നെയായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് വിമർശനങ്ങളെ നമുക്ക് കല്ലുകളായിട്ട് പെറുക്കിയെടുത്തിട്ട് സ്മാരകം പണിയുക, വെല്ലുവിളികളെ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് ആക്കുക. വെല്ലുവിളികളെ ബിൽഡിംഗ് ബ്ലോക്സ് ആക്കാതിരിക്കുകയോ വിമർശനങ്ങളെ അത് പണിയാനുള്ള കല്ലുകളാക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോവും, തകർച്ചയിൽ അവസാനിക്കും. അതുപോലെ വെല്ലുവിളി മുമ്പിൽ കണ്ടിട്ട് അതിനെ നമ്മൾ മറികടക്കാതിരുന്നാൽ നമ്മൾ അവിടെ മറിഞ്ഞു വീണുകൊണ്ടേയിരിക്കും. അങ്ങനെ മറിഞ്ഞു വീണ് അവസാനിക്കാനുള്ളതല്ല ജീവിതം, മറികടന്ന് മുന്നോട്ട് പോകാനുള്ളതാണ്, പടുത്തുയർത്താനുള്ളതാണ് ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ സന്തോഷത്തിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പോകുന്നത് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതകൾ വരിക. അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയോ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചിന്തിക്കുകയോ അവരെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിരുന്നു കഴിഞ്ഞാൽ വളരെ സുഖമാണ്. എൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തിക്കളയുന്ന ഒരു വ്യക്തി എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക, ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. 2, മറ്റു വ്യക്തികൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നോ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നോ എന്ന് ഓർക്കാതിരിക്കുക. മറ്റു വ്യക്തികൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നോ എന്നെക്കുറിച്ച് പറയുന്നു എന്നോ ഓർക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ സ്വസ്ഥത പോകുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, എൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തിക്കളയുന്ന ആരും എൻ്റെ മനസ്സിൽ തങ്ങാൻ അനുവദിക്കാതിരിക്കുക, അവർ എന്ത് ചിന്തിക്കുന്നുവെന്നോ എന്ന് പറയുന്നതോ അവരെക്കുറിച്ച് നമ്മൾ പറയാതെ ഇരിക്കുക. 2ാമത്തേത്, അവരെന്ത് പറയുന്നു അവരെന്ത് ചിന്തിക്കുന്നു എന്ന് ഓർക്കാതിരിക്കുക. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഫ്രീ ആയി. നമ്മുടെ മനസ്സ് ഫ്രീ അല്ലാതെ പോകുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുമ്പോഴാണ്, മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുമ്പോഴാണ്. അതും പ്രത്യേകിച്ച് നമ്മളെ അസ്വസ്ഥരാക്കുന്ന, നമുക്ക് അസ്വസ്ഥത തരുന്ന അവരെക്കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷം പോകുന്നു. ഇനി അപ്രകാരമുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നോ എന്ന് പറയുന്നോ എന്ന് ആലോചിക്കുമ്പോഴും നമ്മുടെ സ്വസ്ഥത പോകുന്നു. ഇത് 2ഉം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കാനുള്ളതാണെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനി നാം കരിപ്പിടിപ്പിക്കുന്നതാണ് എന്നും ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകാനായാൽ നമുക്ക് നമ്മുടെ നല്ല വിധി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മൈ ഡിസിപ്ലിൻ ഡിസൈഡ്സ് മൈ ഡെസ്റ്റിനി. എൻ്റെ ജീവിതത്തിൻ്റെ അച്ചടക്കം, ഞാൻ എൻ്റെ ജീവിതത്തെ എങ്ങനെ നന്നായി കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. വേറെ ആരുടെയും കൈകളിൽ എൻ്റെ ഭാവിയും എൻ്റെ സന്തോഷവും വെച്ചു കൊടുക്കാതെ അവനവൻ്റെ കൈകളിൽ ഭദ്രമായി ദൈവം തന്നിട്ടുള്ള സന്തോഷത്തെ ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം അവനവൻ്റെ ആ സന്തോഷം കെടുത്തിക്കളയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അവൻ്റെ സന്തോഷങ്ങൾ കെടുത്തിക്കളയുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും അവരെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും സംസാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും പരിശ്രമിക്കാം. ജീവിതം വളരെ സുഖകരമായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.